പരാതിയുമായി ബന്ധപ്പെട്ട് ഈ മെഡിക്കൽ കോളേജിലെ പല അന്വേഷണങ്ങളും നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മെഡിക്കൽ കോളേജുകളുടെ ഇത്തരം സംഭവങ്ങളെ കുറിച്ചൊരു അന്വേഷണം ആവശ്യമില്ലേ? അന്വേഷണം ആവശ്യം. അത് ആ അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണം നടക്കട്ടെ എന്ന് വെച്ചാൽ അത് അവിടെ അകത്തുള്ള അന്വേഷണമാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുക ഇപ്പോൾ സർക്കാർ. ആ കൂട്ടത്തിൽ ഞങ്ങളും പോവുക, സർക്കാരിൻ്റെ കൂട്ടത്തിൽ പോവുക. സർക്കാർ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടക്കണമല്ലോ. ഇതെങ്ങനെ ഉണ്ടായെന്ന് ഞങ്ങൾക്കും അറിയണം. ഞങ്ങൾക്ക് അതിന് ബാധ്യസ്ഥനാണ്. ഇതെങ്ങനെ ഇടിഞ്ഞു പോയത്, എൻ്റെ ഭാര്യ മരിച്ചതെങ്ങനെ, അത് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. സഹായങ്ങളും സഹകരണങ്ങളും എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളൊരു ജീവൻ പോയത് തന്നെ. ജീവന് പകരം ഇനി എത്ര എന്ത് കിട്ടിയാലും ഒന്നും ആവില്ലെങ്കിൽ പോലും ഇനി ഒരു ജീവൻ ഒരു മണ്ണിലും പൊലിയരുത്. ഇനി ഒരു ഞാൻ മെഡിക്കൽ കോളേജ് വെച്ച് റിപ്പോർട്ടർ ചാനലിനടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരു ജീവൻ അങ്ങനെ പോലും ഒരു അമ്മമാർക്കും അങ്ങനെ ഉണ്ടാവരുത്. ഇങ്ങനെ കെട്ടിടം ഇടിഞ്ഞ് അതിനകത്ത് അടിയിൽ പോകരുത്. അതൊന്നും താങ്ങാൻ ആൾക്കാർക്ക്, ഞങ്ങളെപ്പോലുള്ള സാധാരണപ്പെട്ടവർക്ക് പറ്റത്തില്ല. കാശുള്ളവർക്കെല്ലാം പറ്റുമായിരിക്കും. ഞങ്ങൾ കണ്ടില്ലയോ ഈ 2.25 സെൻറ്റിനകത്ത് കിടക്കുന്ന അന്നത്തെ അന്നത്തിന് കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അവർക്ക് പറ്റത്തില്ല. അപ്പം ഇനി ഒരാൾക്കും അത് ഉണ്ടാവരുത്. അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞായിരുന്നു. അങ്ങനെ മകളുടെ ചികിത്സയുടെ കാര്യം എന്താ പറഞ്ഞത്? മകളുടെ ചികിത്സയുടെ കാര്യം നല്ല ട്രീറ്റ്മെൻറ്റ് തരാമെന്നാണ് പറഞ്ഞത്. നല്ല ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജിൽ തന്നെ വന്ന് നിങ്ങൾ OP യിലൊന്നും കാണണ്ട, നേരിട്ട് വന്ന് മന്ത്രിയുടെ അടുത്ത് വിളിച്ച് പറയുക. മന്ത്രി അതിന് സെറ്റൊക്കെ ആക്കിക്കോളൂ. ഇന്നലെ വന്ന് പറയുന്ന സൂപ്രണ്ട് എന്നാലും നിലവിൽ കളക്ടർ വന്നിട്ട് നമുക്ക് ഉറപ്പ് തന്നിരുന്നു മകളുടെ ചികിത്സയ്ക്കെല്ലാം എല്ലാം സൗജന്യമായിട്ട് പൂർണ്ണ ചികിത്സ ഓഫർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു മെഡിക്കൽ ടീം തന്നെ അവർ ചികിത്സയ്ക്ക് തയ്യാറായിട്ട് നിൽപ്പുണ്ട്. നമ്മളോട് പറഞ്ഞ് ഇന്ന് അഡ്മിറ്റ് ആവുന്നെങ്കിൽ ഇന്ന് അഡ്മിറ്റ് ആവാനാണ്. ഇപ്പോൾ ഇവിടുത്തെ കുട്ടികളുടെ മാനസികാവസ്ഥ വെച്ചിട്ട് ഞങ്ങൾ ചടങ്ങ് കഴിഞ്ഞിട്ടാണ് അഡ്മിറ്റ് ആവാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ചടങ്ങ് കഴിഞ്ഞിട്ട് എൻ്റെ ഈ ഭാര്യയുടെ മരണത്തിൽ വന്ന സകല രാഷ്ട്രീയ പാർട്ടിക്കാരും ഭർത്താവ് എന്ന നിലയിൽ ഞാൻ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിയ